എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്? ഉത്തരം സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് നടന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന്? ഉത്തരം 2025 മാർച്ച് 19. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം? ഉത്തരം 433 മണിക്കൂർ. ആക്സിയം 4 വിക്ഷേപണം ചെയ്ത ദിവസം എന്നാണ്? ഉത്തരം 2025 ജൂൺ 25. ആക്സിയം 4 ദൗത്യം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്റർ. ആക്സിയം 4 ദൗത്യത്തിൽ ഉപയോഗിച്ച പേടകം ഏതാണ്? ഉത്തരം ക്രൂ ഡ്രാഗൺ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത ആരാണ്? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ? ഉത്തരം 11. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ. ആദിത്യ L1 വിക്ഷേപിച്ചത്? ഉത്തരം 2023 സെപ്റ്റംബർ 2. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത്? ഉത്തരം കലാം സാറ്റ്. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത്? ഉത്തരം 2023 ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3ൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി? ഉത്തരം സ്പേസ് ഓൺ വീൽസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1969 ജൂലൈ 21. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം
നീൽ ആംസ്ട്രോങ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാ? ഉത്തരം ചൊവ്വ. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ആഗസ്റ്റ് 23. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ലെയ്ക്ക. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം? ഉത്തരം NVS-02. ISROയുടെ 100ാമത് വിക്ഷേപണ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ? ഉത്തരം തോമസ് കുര്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത? ഉത്തരം വാലന്റീന തെരഷ്കോവ. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമേത്? ഉത്തരം ഒഡീസിയസ്. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുള്ള സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. 2024 ഡിസംബറിൽ ISRO ഏത് വാഹനത്തിലാണ് സ്പേഡെക്സ് മിഷൻ്റെ ഭാഗമായി 2 ചെറു ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത്? ഉത്തരം PSLV C-60. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള പ്രോബ് 3യുടെ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C-59. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ.